നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് UDF ഭരണത്തിലേക്ക് എത്തരുതെന്നാണ് തന്റെ ആഗ്രഹമെന്ന വെള്ളാപ്പള്ളി നടേശൻ. UDF വന്നാൽ ലീഗാവും ഭരണം നിയന്ത്രിക്കുകയെന്നും വെള്ളാപ്പള്ളി. ദേശീയപാത നിർമ്മാണത്തിൽ കണ്ണും കൈയും ഇല്ലാത്ത അഴിമതിയെന്ന മുൻമന്ത്രി G. സുധാകരൻ. ജയിലിലെ മതിൽ പോലെയാണ് റോഡ് നിർമ്മാണമെന്നും സുധാകരന്റെ കുറ്റപ്പെടുത്തൽ. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക്. ബണ്ടിലൂടെ നീരൊഴുക്ക് ശക്തം. മണ്ണഞ്ചേരിയിൽ ഭാര്യയുടെ രണ്ടാനച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിനെ ജീവപര്യന്തം തടവിന് വിധിച്ച് കോടതി. വിധി ആലപ്പുഴ കോടതിയുടേത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് UDF ഭരണത്തിലേക്ക് എത്തരുതെന്നാണ് തന്റെ ആഗ്രഹമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. UDF വന്നാൽ ഭരണം നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. കേരളത്തിൽ UDF ഒരിക്കലും അധികാരത്തിൽ എത്തരുതെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. തന്റെ ആഗ്രഹം പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി എത്തണം എന്നുള്ളതാണെന്നും UDFന് അധികാരം ലഭിച്ചാൽ ഭരണം കൈയാളുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സർവേഫലം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതിൽ തെറ്റായും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് 4-ാം തീയതി വരെ കാത്തിരുന്നിട്ടൊന്ന് ഫലം പറയുന്നതല്ല ഒന്നൊരു ഭംഗി. പ്രത്യേകിച്ചും ഇടതുപക്ഷം ലാസ്റ്റിൽ 60 ലക്ഷം ആളുകൾക്കാണ് 4,000 രൂപ വെച്ച് കൊടുക്കുക. ഈ അടിസ്ഥാന ഭാഗത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഇടതുപക്ഷം ചെയ്തു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും ചെയ്തു. എന്നിട്ടും വോട്ട് കുറഞ്ഞു പോയി എങ്കിൽ വോട്ട് കുറഞ്ഞാൽ ഞാൻ കുറഞ്ഞില്ലായിരിക്കാം. എന്നാലും ഞാൻ കണക്ക് കൂട്ടുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി ഗവൺമെൻറ് വരുമെന്നാണ്. ഒരുപക്ഷെ എൻ്റെ ആഗ്രഹമായിരിക്കാം. തെറ്റാകാം, ശരിയാകാം. ഏതായാലും നമുക്ക് ഇതിനെപ്പറ്റിയൊരു ശക്തമായ ഒരു അഭിപ്രായം രൂപീകരണവും തീരുമാനവും 4-ാം തീയതി കഴിഞ്ഞിട്ട് ഇതേപ്പറ്റി ഒരു അവലോകനം നടത്തി അഭിപ്രായം പറയുന്നതായിരിക്കും ഭംഗി. കോൺഗ്രസ്സിൽ ആരാണ് ആകേണ്ടതെന്ന് ഘടകകക്ഷിപ്പെട്ട ലീഗിനെ കുറിച്ചുള്ള ആളുകൾക്ക് പറയാമോ? അതല്ല. കോൺഗ്രസ്സിൽ ആരാകണമെന്ന് കോൺഗ്രസ്സുകാരാ പറയേണ്ടത്. അവരുടെ പാർലമെന്ററി പാർട്ടി കൂടി ആരായിരിക്കണമെന്ന് അവർ തീരുമാനിക്കണം. അതിന് ലീഗ് മുൻകൂട്ടി ഇന്നാളായിരിക്കണം എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതല്ല. ഇവിടെ ഒരു UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിൻ്റെ അർത്ഥം ലീഗിന്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം എല്ലാം ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുദ്ധനാണ്. എന്നാൽ അദ്ദേഹത്തിന് പഴികേൽപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉള്ളവരാണെന്നും ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ നടക്കുന്നത് വ്യാപക അഴിമതിയെന്ന് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ. ജയിലുകളിലെ മതിൽ പോലെയാണ് ദേശീയപാത നിർമ്മിക്കുന്നതെന്നും G. സുധാകരൻ കുറ്റപ്പെടുത്തി. ജയിലിന്റെ മതിൽ പോലെയാണ് റോഡ് പണിയുന്നതെന്ന് G. സുധാകരൻ പറഞ്ഞു. എഞ്ചിനീയർമാർ പഠിച്ചതൊക്കെ ജോലിക്ക് കയറുമ്പോൾ മറക്കും. പാലവും റോഡും മര്യാദയ്ക്ക് ഡിസൈൻ ചെയ്ത് നിർമ്മിക്കില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും അഴിമതിയുള്ള 75 സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ദേശീയപാത അതോറിറ്റിയെന്നും G. സുധാകരൻ പറഞ്ഞു. എത്രയോ മനോഹരമായി എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എസ്തറ്റിക് എഞ്ചിനീയറിംഗ് എസ്തറ്റിക്സ് ചേർത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എഞ്ചിനീയർമാർക്ക്. പക്ഷെ പഠിത്തം അവിടെ വെച്ച് അവരത് മറന്നു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരിൽ പലരും പിന്നെ എസ്തറ്റിക്സ് അല്ല, എങ്ങനെ പണം കിട്ടുമെന്നുള്ളതാണ്. ഒരു വാഹനം മനോഹരമായി നിർമ്മിക്കില്ല, അപ്പോൾ റോഡ് മനോഹരമായി ഡിസൈൻ ചെയ്ത് നിർമ്മിക്കത്തില്ല. അതൊക്കെ ഞങ്ങൾ 2016 ബിൽഡപ്പെട്ടി അതൊക്കെ ഞങ്ങൾ മാറ്റി ഡിസൈൻ ചെയ്തു. അതാണ് റോഡ് ഇപ്പോഴും കിടക്കുന്നത്. 9 വർഷമുള്ള ആ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. 2 ഭാഗത്തും മഞ്ഞാറുള്ള അതിലെല്ലാം സ്റ്റണ്ട് വെച്ച് സന്ധ്യയാകുമ്പോൾ 9 വർഷമായിട്ട് സ്റ്റണ്ടിൽ തിളവുകയാണ്. ഇപ്പോഴും നല്ല പ്രകാശമാണ് റോഡ്. അതിഗംഭീരമായ പാലങ്ങൾ, പെരുമ്പളം പാലം 100 കോടി രൂപയ്ക്കാണ് പഠിച്ചത്. 100 കോടി രൂപയ്ക്ക് റിപ്പോർട്ട് വായിച്ചാൽ ഉദ്യോഗസ്ഥർ പോലും ഇത് 2016 ഗവൺമെന്റിന്റെ കാലത്ത് 100 കോടി രൂപ അനുവദിച്ച് അന്ന് പണിഞ്ഞു തുടങ്ങിയെന്ന് പറയാൻ തയ്യാറായില്ല. കാരണം അവിടെ ഇരിക്കുന്ന MLAക്ക് MP ഒന്നും പിടിക്കത്തില്ല. കാരണം അവരുടെ കാലത്താണെന്ന് ആളുടെ ധരിപ്പിക്കുകയാണ്. ഇത് ചരിത്ര നിഷേധമാണ്. ഇഷ്ടമുള്ള വണ്ടി ഓടിക്കുകയാണ്. അറിയത്തില്ല എവിടുന്നാ വരുന്നത്. എന്തെങ്കിലും നിയമമുണ്ടോ? ട്രാഫിക് പോലീസിനെ ഹൈവേയിൽ ഒന്ന് കാണിച്ചു തരാമോ?
ഏതാണ്ട് 100-110 കിലോമീറ്റർ നീളമുള്ള അരൂർ ഓച്ചിറ ആലപ്പുഴ ജില്ലയിലെ ഈ ഹൈവേയിൽ ഒരു ഹൈവേ പോലീസിനെ കാണിച്ചു തരാമോ? അതുണ്ടായിരുന്നല്ലോ. പെട്രോളിംഗ് ഉണ്ടോ? രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി വൈകുന്നേരം വേറെ വഴി കൂടെ കാണിച്ചു. അരൂർ മുതൽ ഓച്ചിറ വരെ ദേശീയപാതയിൽ ഹൈവേ പോലീസിനെ കാണാനില്ല. പോലീസിന്റെ പെട്രോളിംഗും ഇല്ല. പെരുമ്പളം പാലം 2016 അന്നത്തെ സർക്കാരിന്റെ കാലത്ത് 100 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം തുടങ്ങിയതാണെന്ന് പറയാത്തത് ചരിത്ര നിഷേധമാണെന്നും സുധാകരൻ പറഞ്ഞു. MLAയും MP യും അവരുടെ കാലത്താണ് പാലം നിർമ്മാണം തുടങ്ങിയെന്ന ആളുകളെ ധരിപ്പിക്കുകയാണ്. പഴയതിന് മറയിടുക എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയമെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. മണ്ണഞ്ചേരിയിൽ ഭാര്യയുടെ രണ്ടാനച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ആലപ്പുഴ കോടതിയുടേതാണ് വിധി. ഭാര്യയുടെ രണ്ടാമച്ഛനെ പത്തൽ വടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് യുവാവിന് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മണ്ണഞ്ചേരി പഞ്ചായത്ത് 1-ാം വാർഡിൽ വരകാടിവിളിയിൽ ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലം ഇടിവ പഞ്ചായത്തിൽ 8-ാം വാർഡിൽ പൂച്ചെടി പണയിൽ വീട്ടിൽ മനോജ് കൃഷ്ണനെയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളുമായി അടുപ്പത്തിലായതും വിവാഹം കഴിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലാണ് കൊലപാതകം നടന്നത്. ബിജുവും മനോജ് കൃഷ്ണയും സുഹൃത്തുക്കളായിരുന്നു. ഈ സൗഹൃദത്തിനിടയിൽ മനോജ് കൃഷ്ണ ബിജുവിന്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളുമായി അടുപ്പത്തിലായി വിവാഹം ചെയ്യുകയായിരുന്നു. വിവാഹത്തെ ബിജു എതിർത്തിരുന്നു. 2024 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് സംഭവം അരങ്ങേറുന്നത്. സംഭവ ദിവസം ബിജുവും കുടുംബവും എറണാകുളത്ത് നിന്നും പാസഞ്ചർ ട്രെയിനിൽ കലവൂരിലേക്ക് വരികയായിരുന്നു. മനോജ് കൃഷ്ണയുടെ ആവശ്യപ്രകാരം ബിജു മാരാരിക്കുളത്ത് ഇറങ്ങുകയും തുടർന്ന് കൊലപാതകം നടക്കുകയും ആയിരുന്നു. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ച് കോടതി. മൂവാറ്റുപുഴ സ്വദേശി വിഷ്ണുദേവിനെയാണ് ഹരിപ്പാട് പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിയായ 28-കാരൻ വിഷ്ണുദേവിനെയാണ് ഹരിപ്പാട് അതിവേഗ പോക്സോ കോടതി ജഡ്ജി ഹരീഷ് ജി ശിക്ഷിച്ചത്. 38 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയുമാണ് വിധി. 2022 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സഹോദരിക്ക് കൂട്ടിരിക്കാനെത്തിയതായിരുന്നു അതിജീവിത. ഇവിടെ വെച്ചാണ് പ്രതി കുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുന്നതും പ്രണയം നടിച്ചു കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതും. കുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി മാതാവ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. അമ്പലപ്പുഴ SHO ആയിരുന്ന ദ്വിജേഷ് S ആണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. യന്ത്രസഹായത്തോടെ ഷട്ടറുകൾ തുറക്കുന്ന ജോലികൾ 2 ദിവസത്തിനകം തന്നെ പൂർത്തിയാകും. തണ്ണീർമുക്കം ബണ്ടിന്റെ ആകെയുള്ള 90 ഷട്ടറുകളിൽ 5 ഒരു നാവിഗേഷൻ ലോക്കുമാണ് ഇനി തുറക്കാനുള്ളത്. കഴിഞ്ഞ 20-ാം തീയതിയും ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തി തുടങ്ങിയത്. അവശേഷിക്കുന്നവ കൂടി 2 ദിവസത്തിനകം തുറക്കുമെന്ന് ജലസേചന വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ S ശങ്കർ അറിയിച്ചു. ഉപ്പുവെള്ളം കയറുന്നതോടെ കായലിന്റെ കൈവഴികളിലും തോടുകളിലും അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്നത് ശുദ്ധീകരണത്തിന് സഹായകരമാകും. കഴിഞ്ഞ 4 മാസമായി ബണ്ടടച്ചതിനെ തുടർന്ന് മത്സ്യക്ഷാമം നേരിടുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും ഈ നടപടി പ്രതീക്ഷ നൽകുന്നു. കുട്ടനാട്ടിൽ 2-ാം കൃഷിക്കായി പാടശേഖരങ്ങൾ ഒരുക്കിയിരിക്കുന്ന കർഷകർക്കും ബണ്ട് തുറക്കുന്നത് ഗുണകരമാകും. ആലപ്പുഴയിൽ ക്ഷേത്രങ്ങളിലെ കാണിക്ക വഞ്ചികൾ മോഷ്ടിക്കുന്ന പ്രതി പിടിയിലായി. പറവൂർ സ്വദേശി ബാബുവാണ് പോലീസിന്റെ പിടിയിലായത്. ആലപ്പുഴ നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തർ അർപ്പിക്കുന്ന കാണിക്ക മോഷ്ടിക്കുന്ന പ്രതി പറവൂർ സ്വദേശി ബാബുവാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിൽ 28-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പഴയ വീട് കുന്നക്കപ്പള്ളി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയാണ് ബാബു കവർന്നത്. കാണിക്ക വഞ്ചി കാണാത്തതിനെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സൗത്ത് ISHO വിനീഷ് എസിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. തുടർന്ന് നടത്തിയ നീക്കത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടികൂടി. പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മോഷ്ടിച്ച കാണിക്ക വഞ്ചിയും പണവും പോലീസ് കണ്ടെടുത്തു. കാണിക്ക വഞ്ചികൾക്ക് പുറമെ സൈക്കിൾ മോഷണം ഇയാൾ പതിവാക്കിയിരുന്നതായി പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോട്ടപ്പള്ളി യൂണിറ്റിന്റെ 20ാമത് വാർഷികാഘോഷങ്ങൾ നടന്നു. സംഘടനയുടെ വാർഷികാഘോഷം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. മാറി നിൽക്കുകയും അവർ പറയുന്നതൊക്കെ അനുസരിക്കുകയും അവർ പറയുന്ന പേപ്പറുകളെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും
ആഴ്ചകൾക്ക് ശേഷം വലിയൊരു അസസ്മെന്റ് ഓർഡർ വരും. എന്താണ്? നിങ്ങളുടെ കടയിൽ അതില്ല, നിങ്ങളുടെ ഇതുണ്ട്, കച്ചവടം കാണിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് 10, 100, 200, 300 ഒക്കെയാണ് കൊച്ചു കച്ചവടക്കാരുടെ വ്യാപാരം. അസസ്മെന്റ് ഓർഡർ വരുമ്പോൾ 5000, 10000, 30,000, 50,000 ഒക്കെയാണ്. പ്രിയമുള്ളവരെ, പലരും വ്യാപാര സ്ഥാപനങ്ങളുടെ പരിശോധന സമയത്ത് ഹൃദയം പൊട്ടി മരിച്ചു. നമ്മുടെ പറക്കോട് മത്തായി എന്ന വ്യാപാരി, പോലീസുകാർ അകാരമായി പിരിവ് ചോദിച്ച് കൊടുക്കാത്തതിന് ഭുവനേന്ദ്രൻ എന്ന വ്യാപാരിയെ ഇടിച്ചു കൊന്നു തിരുവനന്തപുരത്ത്. തൃശ്ശൂർ അയ്യങ്ങാടിയിൽ തൊഴിലാളികളെ കൊണ്ട് പൊറുതിമുട്ടി, കേരളത്തിലെമ്പാടും പൊറുതിമുട്ടി. എന്നാൽ തൃശ്ശൂർ അയ്യങ്ങാടിയിൽ തൊഴിലാളികളെ കൊണ്ട് പൊറുതിമുട്ടുക മാത്രമല്ല, അവർ നമ്മുടെ യജമാനൻ പോലെ പ്രവർത്തിക്കുക മാത്രമല്ല, നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലെ തൊഴിലാളികളെ അവർക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റം ചെയ്യാം എന്നൊരു തരത്തിലേക്ക് തീരുമാനമെടുത്തു, നടപ്പാക്കാൻ തുടങ്ങി. രാവിലെ പ്രതാപൻ സൂര്യാലയം കട തുറക്കാൻ വരുമ്പോൾ കടയിലെ തൊഴിലാളി ആരാന്ന് ചോദിച്ചാൽ പരിചിതരല്ല, രാജു അച്ഛന്റെ തൊഴിലാളിയായിരിക്കും പ്രതാപന്റെ കടയിൽ ഇരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് പ്രതാപൻ സൂര്യാലയം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി വി സബിൽരാജ് സ്കോളർഷിപ്പിന്റെ വിതരണം നടത്തി. ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണവും നടത്തി. ജില്ലാ സെക്രട്ടറി PC ഗോപാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം MH വിജയൻ, സുരേഷ് സീഗേറ്റ്, H മുഹമ്മദ് കബീർ, ശശികുമാർ നടുവത്ര, ബാജി കുമാരകോടി, P സുരേഷ് കുമാർ, വിഷ്ണു കുമാരകോടി, മനേഷ് MG, M സിദ്ധാർത്ഥ് തുടങ്ങിയവരും സംസാരിച്ചു. പ്രസിദ്ധമായ മരുത്തോർവട്ടം ധന്വന്തരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മെയ് 2 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 ക്ഷേത്രം തന്ത്രി കടിയക്കോൽമന കൃഷ്ണൻ നമ്പൂതിരി ഉത്സവത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടക്കും. 7:30 മരുത്തോർവട്ടം ചന്ദ്രശേഖരമാരാർ ട്രസ്റ്റിന്റെ ധന്വന്തരി ചന്ദ്രനാഥ പുരസ്കാര സമർപ്പണവും നടക്കും. 7:45 ഭരതനാട്യവും 10:15 മേജർ സെറ്റ് കഥകളിയായ കീചക വധവും നടക്കും. ചരിത്രപ്രസിദ്ധമായ മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മെയ് മാസം 2-ാം തീയതി തൃക്കൊടിയേറ്റോടുകൂടി സമാരംഭിച്ച് മെയ് 9-ാം തീയതി തിരുവാറാട്ടോടുകൂടി പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഒരു വിശേഷണം ഉള്ളത്, നമ്മുടെ കരപ്പുറത്തെ ഏറ്റവും അവസാനമായി നടക്കുന്ന ഒരു മഹോത്സവമാണ് മരുത്തോട്ടം ധന്വന്തരി ക്ഷേത്രത്തിൽ. മേടമാസത്തിലെ തിരുവോണം ആറാട്ടായി നടത്തപ്പെടുന്ന ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി വരുന്നു. 8 ദിനരാത്രങ്ങൾ ഇനി മരുത്തോർവട്ടത്തെ സംബന്ധിച്ചിടത്തോളം ദേശദേവനായ ആ ധന്വന്തരിമൂർത്തിയുടെ തിരുവുത്സവത്തിനുള്ള ഭക്തജനങ്ങളുടെ എന്തെന്നില്ലാത്ത ആവേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് വരുന്നു. 8 ദിനരാത്രങ്ങളിലായിട്ട് 80ഓളം കലാപരിപാടികളാണ് നമ്മുടെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മെയ് 3 മുതൽ ദിവസേന രാവിലെ 8 ശ്രീബലിയും വൈകുന്നേരം 4:30 കാഴ്ച ശ്രീബലിയും ഉണ്ടാകും. 3 രാവിലെ 9 തിരുവാതിരകളിയും 10 ഓട്ടൻതുള്ളൽ നടക്കും. 8 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി 80ഓളം കലാപരിപാടികളാണ് അരങ്ങേറുക. മെയ് 9 ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. NGO അസോസിയേഷൻ ചേർത്തല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K ഭരതന് യാത്രയയപ്പ് നൽകി. സർവീസിൽ നിന്നും വിരമിച്ച ജില്ലാ സെക്രട്ടറിയായ K ഭരതന് സ്നേഹോഷ്മമായ യാത്രയയപ്പാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നൽകിയത്. ചേർത്തല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് സമ്മേളനം നടന്നത്. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KPCCയുടെ വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ നിർവഹിച്ചു.
ബ്രാഞ്ച് പ്രസിഡന്റ് രജീഷ് TS, മറ്റ് നേതാക്കൾ തുടങ്ങിയവരും സംസാരിച്ചു. ചേർത്തല പടിഞ്ഞാറെ കൊട്ടാരം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിവസമായ രുക്മിണി സ്വയംവര ദിനത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നത്. ശ്രീ ഭഗവതിയുടെ തിരുനടയിൽ നിന്നും രുക്മിണി ദേവിയെ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നൂറുകണക്കിന് ഭക്തജനങ്ങളുടെയും താലപ്പൊലിയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി യജ്ഞശാലയിലേക്ക് ആനയിക്കപ്പെട്ടു. അഹസ് വഴിപാടായി നടത്തിയ കുമാരി ലയാശിവനും മാതാപിതാക്കളായ ശിവനും ഉഷയും പങ്കാളിത്തം വഹിച്ചു. വചനസമാജം പ്രസിഡന്റ് S. രാധാകൃഷ്ണൻ, സെക്രട്ടറി R. രാമചന്ദ്രൻ നായർ, ദേവസ്വം പ്രസിഡന്റ് N. ഗോപാലകൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ വെമ്പള്ളി, ദേവസ്വം സെക്രട്ടറി സതീഷ് ഗോപൻ, D. ചന്ദ്രൻ, CP കർത്ത, രാധാകൃഷ്ണൻ നായർ, രാമചന്ദ്ര പണിക്കർ, വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അറിയിക്കാൻ മാർഗ്ഗമില്ല. താം ബുദ്ധി ലക്ഷണ ഔദാര ശീല ഗുണാശ്രയായാമെന്നാണ്. അതായത് രുക്മിണിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരം എല്ലാം കൃഷ്ണന് പറ്റുന്നതാണ്. അപ്പോൾ ശിശുപാലൻ ഒരു കുറുക്കനാണ്. കുറുക്കനെ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം തന്നെക്കുറിച്ച് തന്നെ താൻ വർണ്ണിക്കുവാണ്. ഈ ഭാഗവതത്തിൽ പറയും തൻ്റെ കൈയെക്കുറിച്ച്, കാലിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, ഉടലിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിനകത്ത്. എല്ലാം വളരെ വിശദമായിട്ട് കൃഷ്ണശ്ച സദൃശ്യം ഭാര്യാം, താൻ ആർക്ക് പറ്റിയ പെൺകുട്ടിയാണ്, കൃഷ്ണന് പറ്റിയ അതേ പെൺകുട്ടിയാണ്. തൻ്റെ കൈയിനെ പറ്റി, കാലിനെ പറ്റി, തൻ്റെ കൈയും കാലും ഒക്കെ നോക്കിയിട്ട് രുക്മിണി പറയും അത്ര സുന്ദരമായ കൈകളും കാലുകളും ഒക്കെയാണ്. വൈക്കം മൂത്തേടത്തുകാവ് മഴുവഞ്ചേരി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. മെയ് 2 വരെയാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുക. ശ്രീ കണ്ഠകർണ ഭഗവതി ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാ വാർഷികവും നന്ദികേശ പ്രതിഷ്ഠയും ഭക്തിനിർഭരമായ ചടങ്ങുകളുടെ നടത്തി. ക്ഷേത്രം തന്ത്രിമാരായ ഗോവിന്ദൻ നമ്പൂതിരി, AG വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി ഭദ്രേശൻ, ക്ഷേത്രം ശാന്തി സുനിൽ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റ് ഭാരവാഹികളായ CV സുരേഷൻ, PG രാജേന്ദ്ര പ്രസാദ്, CV സാബു, MT നടേശൻ, PG സാബു, സിനിമോൾ മണിമന്ദിരം എന്നിവർ നേതൃത്വം നൽകി. സർപ്പംപാട്ട്, പ്രസാദോട്ട്, സർപ്പപ്പൊടിക്കളം, കൂട്ടുകളം, സർപ്പക്കളം എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം അതാത് വർഷങ്ങളിൽ ഈ ക്ഷേത്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പ്രൗഢഗംഭീരമായ ആചാരാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രത്തിൽ ഉയർച്ചയും ഈ ഭക്തജനങ്ങൾക്ക് എന്നെന്നും ഈ ദേവതമായ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ സാന്നിധ്യമായ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ വർഷം പ്രതിഷ്ഠ ഉണ്ടായത് മാത്രമല്ല, ഇതേപോലെ ഒരു വട്ട ശ്രീകോവില് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഇതേപോലെ ഒരു ചൈതന്യവത്തായ ഒരു ശ്രീകോവിലും അതേപോലെ ഒരു പ്രതിഷ്ഠയിൽ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് UDF ഭരണത്തിലേക്ക് എത്തരുതെന്നാണ് തന്റെ ആഗ്രഹമെന്ന വെള്ളാപ്പള്ളി നടേശൻ. UDF വന്നാൽ ലീഗാവും ഭരണം നിയന്ത്രിക്കുകയെന്നും വെള്ളാപ്പള്ളി. ദേശീയപാത നിർമ്മാണത്തിൽ കണ്ണും കൈയും ഇല്ലാത്ത അഴിമതിയെന്ന മുൻമന്ത്രി G. സുധാകരൻ. ജയിലിലെ മതിൽ പോലെയാണ് റോഡ് നിർമ്മാണമെന്നും സുധാകരന്റെ കുറ്റപ്പെടുത്തൽ. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക്. ബണ്ടിലൂടെ നീരൊഴുക്ക് ശക്തം.
മണ്ണഞ്ചേരിയിൽ ഭാര്യയുടെ രണ്ടാനച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിനെ ജീവപര്യന്തം തടവിന് വിധിച്ച് കോടതി. വിധി ആലപ്പുഴ കോടതിയുടേത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.